ശ്രീ ശങ്കുട്ടിദാസ്, ഇത്ര പ്രകടമായി സാധാരണഗതിയിൽ ഒരു ആരോപണം മുന്നോട്ട് വരുമ്പോൾ കോടതി അത് അന്വേഷിച്ച് തെളിയിക്കുക എന്നുള്ളതാണ് പറയുക. ഇത് പക്ഷേ കോടതി അവിടെ കളവ് നടന്നിട്ടുണ്ട്, തെഫ്റ്റ് നടന്നിട്ടുണ്ട്, വിശ്വാസലംഘനം നടന്നിട്ടുണ്ട്, അവിടെ ഈ പറയുന്ന ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് എണ്ണി പറഞ്ഞ് ഇതിലൊക്കെ അന്വേഷണം വേണമെന്ന് പറയുകയാണ്. കോടതിക്ക് പൂർണ്ണമായും അവരുടെ മുന്നിൽ വന്ന മഹസർ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വിജിലൻസ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നിൽ വന്ന തെളിവുകളുടെ വിധത്തിൽ നല്ല തെളിച്ചമുണ്ട്, അവിടെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി ഇത് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര പ്രകടമായി രാജ്യത്തെ നിയമ സംവിധാനം പറയുകയാണ് ശബരിമലയിൽ അട്ടിമറി നടന്നു കഴിഞ്ഞു എന്ന്. തീർച്ചയായിട്ടും അതെ. നോക്കൂ, ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു കോടതി നിരീക്ഷണം വന്നിട്ടും ഇപ്പോഴും എങ്ങനെയാണ് സർക്കാരിന് ബോർഡിനെ ന്യായീകരിക്കാനും ബോർഡിന്റെ ഭാഗത്ത് യാതൊരു ക്രമക്കേടും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്ന് പറയാനും സാധിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ്. ധാർമ്മികതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി ഇന്ന് രാജിവെക്കുകയും ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം തന്നെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. കാരണം ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലും പങ്കാളിത്തത്തിലും നടന്നിട്ടുള്ള ഒരു വലിയ സ്വർണ്ണ കവർച്ചയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടലോണ്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ ശ്രീ ജെയ്സി തോമസ് സംസാരിക്കുമ്പോൾ പറയുന്നത് ദേവസ്വം വിജിലൻസിന്റെ എന്തോ കണ്ടുപിടുത്തമായിട്ട് അത് വന്നു എന്നുള്ളതാണ്. ഒന്നാമത് ഈ ദേവസ്വം വിജിലൻസ് എന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല. അങ്ങനെയല്ല ആ ഓഫീസിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് ചീഫ് വിജിലൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നുള്ളതാണ്. ആ ചീഫ് വിജിലൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സമാനമായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം വിജിലൻസ് പരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അത് കേരള പോലീസിൽ സൂപ്രണ്ടന്റന്റിന്റെ റാങ്കുള്ള SP-യുടെ റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അല്ലാതെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡിന്റെ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഇത്. ആദ്യത്തെ ദിവസത്തെ അതേ വാദം ഇപ്പോഴും ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. നോക്കൂ, 6 കൊല്ലം മുൻപ് നടന്നിട്ടുള്ളൊരു സംഭവം യാദൃശ്ചികമായിട്ട്, അതായത് 9/9/2025 രണ്ടാമതും ഈ സ്വർണം കോടതി അനുമതി ഇല്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി പഴയ മെഹസറുകൾ പിടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള ഇത്രയും വലിയൊരു അഴിമതി, ഇത്രയും വലിയൊരു കെടുകാര്യസ്ഥത, ഇത്രയും വലിയ സ്വർണ്ണ കവർച്ച ഒന്നാം പിണറായി ഗവൺമെന്റ് അറിഞ്ഞതേയില്ല. രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് വന്നതും ഹൈക്കോടതി യാദൃശ്ചികമായിട്ട് ഇത് കണ്ടതൊന്നും നിങ്ങളുടെ പ്ലാനിന്റെ അടിസ്ഥാനത്തിലല്ലോ, അതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചല്ലേ. ഒന്നാം പിണറായി സർക്കാരിന് തങ്ങളുടെ മൂക്കിന് കീഴിൽ ഇത്രയും വലിയ സ്വർണ്ണക്കവർച്ച നടന്നിട്ട് അത് തടയാൻ കഴിയില്ല എന്നുള്ളതെങ്കിലും ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായിട്ട് ഏൽക്കണ്ടേ. ഇവിടെ ദേവസ്വം മന്ത്രാലയം, ദേവസ്വം വകുപ്പ് മന്ത്രി തുടങ്ങിയുള്ള സംവിധാനങ്ങൾ എന്തിനാണ്? ദേവസ്വം ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ഭരിക്കുന്നെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ പഴി ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള എല്ലാ പ്രൊവിഷനും കഴിഞ്ഞുപോയി. കാരണം ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ദേവസ്വം ബോർഡിനെ ഡയറക്ട്ലി പേരെടുത്തിട്ട് തന്നെ എന്താ പറയുക ഇൻക്രിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ ROC 9097/18/M എന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട്. On the basis of the commissioner's request, the board, by decision dated 20/3/2019, approved the handing over of the gold-cladded copper plates covering the door frames to Sri Unnikrishnan Potti. We also note in the board decision, the door frame star refers to as copper plate. അതായത് ബോർഡ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ആ ഉത്തരവിൽ അത് സ്വർണ്ണമാണെന്ന് പറയുന്നില്ല, അത് കോപ്പർ പ്ലേറ്റ് മാത്രമാണെന്നാണ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ഇനി എങ്ങനെയാണ് പഴി പറയുന്നത്? ബോർഡ്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ബോർഡ് യോഗം കൂടി തീരുമാനമെടുത്തിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ഏൽപ്പിക്കുകയും ആ ഏൽപ്പിച്ച സാധനം സ്വർണ്ണമേ അല്ല അത് ചെമ്പാണെന്ന് അവരുടെ ഉത്തരവിൽ തന്നെ എഴുതി വെക്കുകയും ചെയ്ത സംഭവത്തിൽ ഇത് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ള തീരുമാനമാണെന്ന് പറയാൻ സാധിക്കുമോ? മാത്രമല്ല ഇന്നത്തെ കോടതി ഉത്തരവിൽ ഞാൻ ഏറ്റവും ഗൗരവകരമായി കാണുന്ന സംഭവം എന്താ, മഞ്ഞുമലയുടെ അറ്റം എന്ന് അത് തുടക്കത്തിൽ പറഞ്ഞത് വളരെ ശരിയാണ്. നോക്കൂ, ഇത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നൊരു വിവാദമാണ്. എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഇന്നത് എവിടെ എത്തി? ഇന്നത് ശ്രീകോവിലിന്റെ സൈഡ് ഡോർസിലേക്ക് എത്തി. കട്ടിളകൾ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തതിലേക്ക് എത്തി. ഒരു പോയിന്റഡ് ആയിട്ട് അൺആൻസേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയുണ്ട്. എന്താണ് ഈ പറയുന്ന ഈ ശ്രീകോവിലിന്റെ വാതിലുകൾ, ആ വാതിലുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള സ്വർണ്ണം എത്രയാന്നുള്ളതിന് കണക്കില്ല. നോക്കൂ, ആദ്യം 2018 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വാതിലുകളാണ്, ശ്രീകോവിലിന്റെ വാതിലുകളാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അത് 321.6 ഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് സ്വർണം പൂശുന്നത്. ഈ സ്വർണം ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യവസായി ആദ്യം 200 ഗ്രാമും പിന്നെ 125 ഗ്രാമും അങ്ങനെ 325 ഗ്രാം കൊടുത്തിട്ടാണ് സ്വർണം പൂശുന്നത്. അതിൽ 4 ഗ്രാം ബാക്കിയുണ്ട്. ഈ വാതിൽ സ്വർണം പൂശി കഴിഞ്ഞപ്പോൾ ദേവസ്വത്തിന്റെ ഈ പറയുന്ന ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തോന്നി അങ്ങനെ വാതിൽ മാത്രം പൂശിയാൽ പോരാ, വാതിലിന്റെ ഫ്രെയിമുകളും ഈ കട്ടിളകളും പൂശണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഇത് ആവശ്യപ്പെടുന്നു, ഇത് കൊടുക്കാൻ തീരുമാനിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ഏൽപ്പിക്കുന്നു. ഈ കട്ടിളകൾ, ഈ ഡോർ ഫ്രെയിമുകൾ കൊണ്ടുപോകുന്നു.
അത് അവിടെ നിന്ന് 186.587 ഗ്രാം സ്വർണം വീണ്ടും ഈ ഗോവർദ്ധൻ കൊടുക്കുന്നു. അതിൽ നിന്ന് 184 ഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഇതും പൂശുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദ്വാരപാലകന്മാരെ കൊണ്ടുപോകുന്നത്. ഈ ദ്വാരപാലകന്മാരെ 394 ഗ്രാം ഉപയോഗിച്ചിട്ടാണ് പൂശിയത്. ഇതിലത്തെ തമാശ, ഈ കട്ടിലുകളിൽ നിന്ന്, ഈ ഡോർ ഫ്രെയിംസിൽ നിന്ന് 409 ഗ്രാം സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്തു എന്ന് പറയുന്നു. ദ്വാരപാലകന്മാരിൽ നിന്ന് 577 ഗ്രാം സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്തു. ഇങ്ങനെ ആകെ 989 ഗ്രാം, അതായത് 1 കിലോയിനടുത്ത് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തു. ഇതിൽ കേവലം 404 ഗ്രാം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി 474 ഗ്രാം എവിടെ? അത് 60 പവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള കൽപേഷ് എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചു. ഇതുവരെയായിട്ടും ഈ കൽപേഷിൽ നിന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നോ ദേവസ്വം ബോർഡ് ഇത് ആവശ്യപ്പെടുകയോ തിരിച്ചു മേടിക്കുകയോ ചെയ്തിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങളെയും ഈ വാതിലിന്റെ ദ്വാരപാലക ശില്പവും കട്ടിൽപ്പടിയിൽ നിന്ന് 1 കിലോ സ്വർണം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെമ്പാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ള വാതിലിൽ നിന്ന് എത്രയാണ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്? ഇതിനേക്കാൾ 4 മടങ്ങ് ഭാരമുള്ള, 4 മടങ്ങ് വലുപ്പമുള്ള സാധനമാണ് ഈ വാതിലുകൾ എന്ന് പറയുന്നത്. വാതിലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള സ്വർണ്ണം എവിടെയാണ് പോയത്? അതായത് വിജയമല്യ കൊടുത്തിട്ടുള്ള 30 കിലോ സ്വർണവും ഈ നിലയ്ക്ക് പല കാലങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഉത്തരവുകളുടെ മറവിൽ അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. 98-99 കാലം മുതൽ ഇങ്ങോട്ട് 10-25 വർഷമായി നടന്ന ക്രയവിക്രയങ്ങളും ഈ പറയുന്ന അറ്റകുറ്റപ്പണികളും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത്. ഈ 474 ഗ്രാം ഈ കൽപേഷ് പുതിയ അവതാരമാണ്, ഇന്ന് കേട്ടതാണ്. ഈ തിരിച്ച് അത് റീ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് റീ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിധിയിൽ പറയുകയും ചെയ്യുന്നു.